ഹായ് ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് ഒരു പക്കോട ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 9 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള എടുത്തിട്ടുണ്ട്, സ്ലൈസായിട്ട് അരിഞ്ഞ് നമ്മൾ ഉള്ളിവടക്കൊക്കെ എടുക്കത്തില്ലേ അതുപോലെ. കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബ്രെഡ് ഒന്ന് മുറിച്ചെടുക്കാമേ, ചെറുതായിട്ടൊന്ന് മുറിച്ചിടാമേ. കൈ കൊണ്ടൊന്ന് മുറിച്ചിട്ടാൽ മതി. നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ ബ്രെഡ് എടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുള്ളൂ. ആ ബ്രെഡെല്ലാം ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും ടൊമാറ്റോയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാമേ. എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവൂ. കുറച്ച് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. ഉപ്പ് ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാൻ, കാരണം ഇത് വളരെ കുറച്ചേ ഉള്ളൂ. ബ്രെഡല്ലേ, ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വളരെ കുറച്ചേ കാണുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം ഉപ്പ് വളരെ കുറച്ചേ ചേർത്ത് കൊടുക്കാവൂ, പിന്നെ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. സാമ്പാറിനൊക്കെ ഇടുന്ന കായ ഉണ്ടല്ലോ, അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത്, ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചാണ് ഗരം മസാല, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയാണ് ടൊമാറ്റോ സോസ്. ഇത് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഇത് ഞാൻ കൈയും കൊണ്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. ഇതെല്ലാം ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാമേ. ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം, ഈ ബ്രെഡെല്ലാം. ടൊമാറ്റോ സോസ് ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മൈദ, ഇത് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത്രയും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് കുഴച്ചെടുക്കുമ്പോൾ ടൊമാറ്റോയിലും സവാളയിലും ഒക്കെ വെള്ളം ഓൾറെഡി ഉണ്ടല്ലോ, അപ്പം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇത് പക്കവടയുടെ ഷേപ്പിലാക്കി എടുക്കാമേ. വലിയ ബോൾസായിട്ടൊന്നും എടുക്കണ്ട, ചെറിയ ബോൾസായിട്ട് എടുത്താൽ മതി. ചെറിയ ബോൾസായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. നല്ല റൗണ്ട് ഷേപ്പിലൊന്നും ആക്കി എടുക്കണ്ട, നമ്മൾ പക്കോടയൊക്കെ എടുക്കത്തില്ലേ അതുപോലെ ആക്കി എടുത്താൽ മതി. ഇതുപോലെ ആക്കി എടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കാമേ. ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്കാക്കി വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനിടയുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി ഇത് ഒന്ന് തിരിച്ചിട്ടുള്ളൂ. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനിടയുണ്ട്.
ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാമേ. ഇത് പ്ലെയിൻ കൂട്ടി ഇട്ട് കൊടുക്കരുത്, ഇത് കരിഞ്ഞു പോകാനിടയുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കൂടുതൽ ഫ്രൈ ആയത് കരിഞ്ഞു പോകാനിടയുണ്ട്, കാരണം ബ്രെഡല്ലേ. ഇനി ഇതെടുത്ത് മാറ്റാം. ഇത് വളരെ കുറച്ചേ ഉള്ളൂ, കാരണം 2 ബ്രെഡൊക്കെ എടുത്താൽ ആവശ്യത്തിനുള്ള കാണും. കാരണം ഞാൻ ഒരു ബ്രെഡിൻ്റെ ഹാഫേ എടുത്തിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് തീരെ കുറച്ചേ ഉള്ളൂ ഇത്. അപ്പം നമ്മുടെ ബ്രെഡ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഇതിൻ്റെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒരെണ്ണം ഒന്ന് മുറിച്ച് കാണിക്കാമേ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് നല്ലതാണ്, ഞാൻ സോസൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.